ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിതേ ഇന്ന് കുറുമ്പക്കാവിലാണ്. ഞങ്ങളുടെ സ്വന്തം കുറുമ്പക്കാവിലമ്മയുടെ മുന്നിൽ ഇന്ന് തിരുവാതിര കളിക്കാൻ വേണ്ടി വന്നേക്കണെയാണ്. തിരുവാതിര എന്ന് പറഞ്ഞാൽ മെഗാ തിരുവാതിരയാണ്. അപ്പോൾ ഇതേ എല്ലാവരും റെഡിയായിട്ട് നല്ല സെറ്റുമുണ്ടും ഒക്കെ ഉടുത്ത് വന്നേക്കാണ്. കുട്ടികളും ഉണ്ട്. കുട്ടികളാണെങ്കിൽ ഇതേ പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ എല്ലാവരും നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയാണ് വന്നേക്കുന്നത്. ഞാനും ദേ എൻ്റെ അമ്മമാരെല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മമാരും പിന്നെ ഞങ്ങളെ യോഗ പഠിപ്പിക്കുന്ന ടീച്ചറും എല്ലാവരും കൂടിയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതേ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണേ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 3 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവരാണ് ഇന്ന് മെഗാ തിരുവാതിര അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതേ കുറുമ്പക്കാവിലെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മെഗാ തിരുവാതിര അവതരിപ്പിക്കുന്നത്. ഞാനും തിരുവാതിര ഒത്തിരി കളിച്ചിട്ടുണ്ട്. കുറേ അമ്പലങ്ങളിലൊക്കെ ആയിട്ട് തിരുവാതിര കളിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു മെഗാ തിരുവാതിരയുടെ ഭാഗമാവാൻ എനിക്ക് പറ്റിയത്. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുറുമ്പക്കാവ് ക്ഷേത്രം. നമ്മുടെ സ്വന്തം കുറുമ്പക്കാവിലമ്മയുടെ മണ്ണിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ തിരുവാതിര തുടങ്ങാൻ പോവാണ്. തിരുവാതിര തുടങ്ങണേക്കാൾ മുമ്പ് കറക്റ്റായിട്ട് റൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. അതിനു വേണ്ടി എല്ലാവരും കയറി നിൽക്കുകയാണ്. അപ്പോൾ വിളക്കിനോട് ചേർന്ന് ചെറിയ കുഞ്ഞു കുട്ടികളാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് വലിയ കുട്ടികൾ, പിന്നെ ലാസ്റ്റത്തെ 2 റൗണ്ട് എന്ന് പറഞ്ഞാൽ അമ്മമാർ. അങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ 4 റൗണ്ടാണുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി റൗണ്ടായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ തിരുവാതിരയൊക്കെ മുമ്പ് കളിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പേരുടെ ഒപ്പം തിരുവാതിര കളിക്കുന്നത്. അപ്പോൾ നല്ല കോസ്റ്റ്യൂമൊക്കെയാണ്. നല്ല രസമായിരുന്നു കാണാനായിട്ട് എല്ലാവരെയും. അങ്ങനെ നമ്മുടെ മെഗാ തിരുവാതിര തുടങ്ങാൻ പോവാൻ കേട്ടോ. എടത്തല ശ്രീ കുറുമ്പക്കാവിൽ അമ്മയുടെ നടയിൽ ആദ്യമായി പ്രീത ടീച്ചറുടെ ശിക്ഷണത്തിൽ പഠിച്ച് 3 വയസ്സ് മുതൽ 73 വയസ്സ് വരെ പ്രായമുള്ള അമ്മമാരും കുഞ്ഞുങ്ങളും ചേർന്ന് അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. അവർക്ക് പറ്റുന്നതുപോലെ ചുവടുകൾ പരിശീലിച്ചു. ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി ഇന്നിവിടെ ചുവട് വയ്ക്കുകയാണ്. ഗണപതി സരസ്വതി സ്തുതികൾക്ക് ശേഷം ദേവീ സ്തുതികളാണ് 2 എണ്ണം അവിടെ അവതരിപ്പിക്കുന്നത്. അദ്രിനിവാസിനിയായ ദേവി മൂകാംബികയെ സ്തുതിച്ചുകൊണ്ടും ചോറ്റാനിക്കര ഭഗവതിയെ സ്തുതിച്ചുകൊണ്ടുമുള്ള 2 സ്തുതികൾ. അതിനുശേഷം തിരുവാതിരയുടെ കുറത്തിപ്പാട്ട് അവതരിപ്പിക്കും. ചന്ദ്രമോടി മഹാദേവനന്ദിതേ സന്തതം വിളങ്ങിടും ഗണപതേ മുമ്പിൽ വന്നിന്റെ വിക്രമശേഷവും ലംബോദരാണി തീർത്തു കാത്തിടണേ കുമ്പിടുന്നിൻ പാദപങ്കജം ഞാൻ അംബികാസുത ശ്രീഗണനായക വാണിമാതാവേ വന്നു തുണ ചെയ്തു വാണിടുകഞ്ഞ് പാടി കളിച്ചിട അദ്രിനിവാസിനി ദേവി മഹേശ്വരി അദ്രിനിവാസിനി ദേവി മഹേശ്വരി പാഹി പാഹി നാവിൽ പാഹി പാഹി നാവിൽ ഭദ്രതരം വിളയാടേണ
पाहि पाहि ताते जय भोगकरं विलयाडिनम्बिके मूगाम्बिके ताते जय सुन्दररूपविलासिनी ചോറ്റാനിക്കര മന്ദിരേ വാഴും ജഗദംബേ കുങ്കുമത്തിലകാഞ്ചേരേ ഇന്ദേ വരദളനേത്രേ കുങ്കുമത്തിലകാഞ്ചേരേ ഇന്ദേ വരദളനേത്രേ ഒന്നു മുന്നിൽ വന്നേനിക്കൂ നിന്നിടാൻ വരം തരേനേ ശോഭിതം സന്മതികളായുള്ളോർക്കു കർമ്മബന്ധം ഒഴിപ്പാനായി സന്മതികളായുള്ളോർക്കു കർമ്മബന്ധം ഒഴിപ്പാനായി കർണപീയൂഷമാം നാമ വർണ്ണനയെ കേട്ടിടേണം കർണപീയൂഷമാം നാമ വർണ്ണനയെ കേട്ടിടേണം സുന്ദര സ്വരൂപേ അംബികേ ചോറ്റാനിക്കര മന്ദിരേ വാഴും ജഗദംബേ ശബരിമാമലയിൽ വളരുതും നാദ പന്തള ഭൂപതി പണ്ടു പന്താപത്താൽ നേടിയൊരു ശങ്കരസൂരനെ പുതി അനുഗ്രഹിക്ക ബാലൻമണി കണ്ഠൻ പുലിപാലിനായി ഭയലവലേശമില്ല കാരണ്യത്തിൽ ചലവെ ചെന്നു വൻപൂലി പൂറത്തൂവിലും അമ്പും ധരിച്ചിരുന്നിട്ടു അമ്പതന്റെ മധു അമ്പോടു നീക്കി മുങ്ങി പാപ പങ്കമകറ്റും 18 പടി കയറി തിരുനട മുന്നിലെത്തി ശരണം വിളിക്കാൻ ഭാഗ്യം വരണമല്ലോ ശരണം വിളിക്കാൻ ഭാഗ്യം വരണമല്ലോ നല്ല കാലം വരുമെന്നോ ചൊല്ലിടുന്ന നേരം ഇല്ലമതിലുള്ള നിന്നും വല്ലതും നൽകിയിടും ഇഷ്ടമുള്ള ശരണമകറ്റുമകാൽ പരിതോഷ ഏവർക്കും നൽകി ദോഷമകറ്റുമകാൽ പരിതോഷമേവർക്കും
അങ്ങനെ ദേ മംഗളം ചൊല്ലി നമ്മുടെ തിരുവാതിര അവസാനിച്ചിരിക്കുകയാണ്. മെഗാ തിരുവാതിര കഴിഞ്ഞ് ദേ അടുത്തത് നമ്മുടെ ചാക്യാർകൂത്ത് തുടങ്ങുകയാണ്. അപ്പോൾ ദേ തിരുവാതിര കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ചാക്യാർകൂത്ത് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അവരവർക്ക് ദാരിദ്ര്യം വരിക, അസുഖം വരിക, പിന്നെയോ ഒന്നും ഉടുക്കാനുമില്ല, ഉണ്ണാനുമില്ല, ഭവനവുമില്ല, ഒന്നുമില്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഇല്ല, ഒന്നും ഇല്ലാണ്ടാവുക. എവിടെ ചെന്നാലും ഞങ്ങൾക്കൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ പറ്റില്ല, അതൊരു പതിവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്